എല്ലാ പ്രിയപ്പെട്ട അമ്മമാർക്കും സജ്ജനങ്ങൾക്കും നമസ്കാരം. അമ്മമാരെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ മക്കൾക്കൊരു വിഷമം വരുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തടസ്സം വരുമ്പോൾ, നിങ്ങൾ അമ്മമാരുടെ നെഞ്ച് ഒരുപാട് ഉരുകാറില്ലേ? നിങ്ങൾ കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല, നിങ്ങളുടെ മക്കൾ നന്നായിരിക്കണം, അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവണം എന്ന് മാത്രമാണ് ഏതൊരു അമ്മയുടെയും പ്രാർത്ഥന. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും അവരുടെ പഠനത്തിലും ജോലിയിലുമുള്ള തടസ്സങ്ങൾ മാറാനും അവരെ ബാധിച്ചിരിക്കുന്ന സകല ദോഷങ്ങളും ദുരിതങ്ങളും അകലാനും വേണ്ടി സാക്ഷാൽ പാർവതി ദേവി തന്റെ മകനായ മുരുകനു വേണ്ടി ചെയ്തതുപോലെ ഒരു പുണ്യകർമ്മം ചെയ്യാൻ നിങ്ങൾക്കൊരവസരം ലഭിച്ചാൽ നിങ്ങളത് വേണ്ടെന്ന് വെക്കുമോ? ഇല്ലല്ലേ? വരാനിരിക്കുന്ന മെയ് മാസം 30-ാം തീയതി ശനിയാഴ്ചയാണ് ആ പുണ്യ ദിവസം വരുന്നത്. വൈകാശി വിശാഖം. ശിവപാർവതിമാരുടെ വത്സല പുത്രനായ ജ്ഞാനസ്വരൂപനായ നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി ഭൂമിയിലേക്ക് അവതരിച്ച പുണ്യ ദിവസമാണത്. അമ്മമാരെ, ഈ ദിവസം നമ്മുടെ ഭൂമിയുടെ അമ്മയായ പാർവതി ദേവി തന്റെ മകനായ മുരുകന്റെ കൈകളിൽ ശരവണവേൽ വെച്ചു കൊടുത്ത ദിവസമാണ്. ഒരമ്മ തന്റെ മകനെ സർവശക്തനാക്കിയ ദിവസം. അതുകൊണ്ട് തന്നെ ഈ വൈകാശി വിശാഖ നാളിൽ ഏതൊരമ്മ തന്റെ മക്കൾക്ക് വേണ്ടി നെഞ്ചുരുക്കി പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ഒട്ടും വൈകാതെ മുരുകൻ നിങ്ങളുടെ മക്കളുടെ കൈവെള്ളയിലേക്ക് സാധിച്ചു തരും എന്നുള്ളതാണ്. എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഈ വൈകാശി വിശാഖ വ്രതം അനുഷ്ഠിക്കും എന്നീ വീഡിയോ കേൾക്കുന്ന ഓരോ അമ്മയും മനസ്സിൽ ഇപ്പോൾ തന്നെ ഉറപ്പിക്കുക. കാരണം സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി, നമ്മുടെ പൊന്നുമുരുകൻ, നിങ്ങൾ അമ്മമാരുടെ വിളിപ്പുറത്തുള്ള ദൈവമാണ്. നമുക്ക് ഈ ദിവസത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കി വരാം. അതിനു മുൻപ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടാതെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞു, 2026 മെയ് 30 ശനിയാഴ്ചയാണ് വൈകാശി വിശാഖം നമ്മൾ ആചരിക്കുന്നത്. ഇത് വരുന്നത് നമ്മുടെ മലയാളം കലണ്ടർ പ്രകാരം 1201 ഇടവമാസം 16-ാം തീയതിയാണ്. ജ്യോതിഷപരമായി നോക്കുമ്പോൾ ഇതിന് വലിയൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. വിശാഖം നക്ഷത്രം മെയ് 29 വെള്ളിയാഴ്ച രാവിലെ 10:38 ആരംഭിക്കുന്നുണ്ടെങ്കിലും മെയ് 30 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:20 വരെ വിശാഖം നക്ഷത്രമുണ്ട്. അതിനോടൊപ്പം വരുന്നത് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി തിഥിയും പൗർണമിയും ഒക്കെ കൂടി ചേർന്നാണ് ശനിയാഴ്ച ദിവസവും വിശാഖ നക്ഷത്രവും ഒത്തുവരുന്നത് മുരുകൻ പാപനാശം വരുത്തുന്നതിന് തുല്യമാണ്. മുരുകൻ ജനിച്ച നക്ഷത്രമാണ് വിശാഖം. ജ്ഞാനത്തിന്റെ പ്രകാശമാണ് വിശാഖം നക്ഷത്രം നൽകുന്നത്. അതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന, വഴിമുട്ടി നിൽക്കുന്ന മക്കൾക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കാൻ ഈ ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് സാധിക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ മഹാദേവിന്റെയും ശ്രീ പാർവതി ദേവിയുടെയും വാത്സല്യപുത്രനായ സുബ്രഹ്മണ്യ സ്വാമിയുടെ അവതാര ദിനമാണ് വൈകാശി വിശാഖം എന്ന് പറയുന്നത്. അതിവിശിഷ്ടമായ ഒരു ദിവസവും കൂടിയാണിത്. നാം ശ്രീമുരുകനെ മനസ്സറിഞ്ഞ് വിളിച്ച് ഏതൊരു കാര്യം അപേക്ഷിച്ചാലും ക്ഷിപ്രപ്രസാദിയായ ഭഗവാൻ നമ്മളെ കനിഞ്ഞ് അനുഗ്രഹിക്കുന്ന അവതാര ദിനമാണിത്. വളരെയധികം പ്രത്യേകതകളുള്ള ദിവസമാണ് കേട്ടോ. മുരുകഭക്തർക്ക് ഇത് ഭാഗ്യത്തിന്റെ ദിവസവും കൂടിയാണ്. തമിഴ് മാസമായ വൈകാശിയിലെ വിശാഖം നാളിലാണ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി അവതരിച്ചതെന്നാണ് വിശ്വാസം. അതായത് നമ്മുടെ ഇടവമാസത്തിലെ വിശാഖം നാളില്. അന്നേ ദിവസം ശ്രീ മുരുകനെ ആരാധിച്ചാൽ ഇരട്ടി ഫലം ലഭിക്കുന്ന പുണ്യ ദിനമാണ് ഭഗവാന്റെ ഈ അവതാര ദിവസം. ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടതായി വരില്ല എന്നുള്ളതാണ്. വിജയം എന്ന് പറയുന്നത് സുനിശ്ചയമാണ്. ശ്രീ മഹാദേവന്റെ തൃക്കണ്ണിലെ അഗ്നിയിൽ നിന്നും മനുഷ്യരാശിക്ക് ഭീഷണിയായ അസുരന്മാരെ നിഗ്രഹിക്കാൻ അവതരിച്ച സാക്ഷാൽ നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ തിരുനാളാണ് വൈകാശി വിശാഖം. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ അമ്മമാര് മനസ്സറിഞ്ഞ് മക്കൾക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിച്ച് ഭഗവാനോട് ചോദിച്ചാലും ഭഗവാൻ കൈവെള്ളയിൽ വെച്ച് തരുന്ന ഒരു അപൂർവ ദിവസവും കൂടിയാണിത്. ഈ മഹാവ്രതം അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് എന്ന് വളരെ ലളിതമായ ഒരു കാര്യവും വിട്ടുപോവാതെ ഞാനൊന്ന് പറഞ്ഞു തരാൻ ശ്രമിക്കാം കേട്ടോ. തലേ ദിവസം, അതായത് മെയ് 29 വെള്ളിയാഴ്ച, ഞാൻ പറഞ്ഞു അന്ന് രാവിലെ തന്നെ 10:38 തന്നെ വിശാഖ നക്ഷത്രം ആരംഭിക്കുകയാണ്. വ്രതമെടുക്കുന്ന അമ്മമാർ അന്നേ ദിവസം തന്നെ, അതായത് തലേ ദിവസം തന്നെ വീടും പൂജാമുറിയും ഒക്കെ വൃത്തിയാക്കി വെക്കുക കേട്ടോ. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം സസ്യഭക്ഷണം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. വെള്ളിയാഴ്ച നമ്മൾ ഒരിക്കലെടുത്താൽ ഏറ്റവും നല്ലതാണ്. എന്തായാലും നോൺ വെജ് ഒഴിവാക്കാൻ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. രാത്രിയിൽ വളരെ ലളിതമായ ആഹാരം എന്തെങ്കിലും കഴിക്കാവുന്നതാണ്. പഴവർഗ്ഗങ്ങൾ കഴിച്ചാലും മതിയാവും കേട്ടോ. ഈ ഒരു ദിവസം നമ്മൾ മനസ്സ് പൂർണ്ണമായിട്ടും ഭഗവത് നാമങ്ങളിലും ഭഗവാന്റെ ചിന്തയിലും ഒക്കെ ആയിരിക്കണം നിറയേണ്ടത്. ഇനി പിറ്റേ ദിവസം നമ്മളുടെ വ്രത ദിവസമാണ് മെയ് 30. അതിരാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേൽക്കുക കേട്ടോ. രാവിലെ എഴുന്നേറ്റ്
കുളിച്ച് ശുദ്ധമാവണം. ഈ കുളിക്കുന്ന സമയത്ത് ഓം ശരവണഭവ എന്ന മന്ത്രം മനസ്സിൽ ജപിച്ചു വേണം കേട്ടോ കുളിക്കാനായിട്ട്. അങ്ങനെ കുളിച്ച് ശുദ്ധിയായിട്ട് നമ്മൾക്ക് പൂജാമുറിയിലെത്താം. ഈ ദിവസം നിങ്ങൾ കറുത്ത നിറമുള്ള വസ്ത്രങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കുക. മഞ്ഞ, ചുവപ്പ് അല്ലെങ്കിൽ പച്ച നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഭഗവാൻ ഏറെ പ്രിയപ്പെട്ടതാണ്. അങ്ങനെയൊന്ന് ധരിക്കാൻ ശ്രദ്ധിച്ചാൽ ഏറ്റവും നല്ലതാണ്. ഇല്ലാച്ചാലും നല്ല വൃത്തിയുള്ള ഒരു വസ്ത്രം ധരിക്കുക. പൂജാമുറിയിൽ എത്തുക. പൂജാമുറിയിൽ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിരിക്കുന്ന പുഷ്പങ്ങളൊക്കെ തന്നെ ഭഗവാന്റെ പാദങ്ങളിൽ ആ ഒരു സമയത്ത് സമർപ്പിക്കാവുന്നതാണ്. ആദ്യം നമ്മൾ വിഘ്നേശ്വരനായ ഗണപതി ഭഗവാനെ വണങ്ങണം കേട്ടോ. ഗണപതി ഭഗവാന് മുൻപിൽ ഒരു നെയ് വിളക്ക് കൊളുത്തി വെക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഫോട്ടോയ്ക്ക് മുൻപിലും നമ്മൾക്ക് നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മമാരുടെ മനസ്സിൽ മക്കളെ ചൊല്ലി നമ്മുടെ കുടുംബത്തെ ചൊല്ലി എന്തെല്ലാം വിഷമതകൾ ഉണ്ടോ ഈ ഒരു സമയം ഈ നെയ് വിളക്ക് കൊളുത്തി വെച്ചുകൊണ്ട് ആ സങ്കടങ്ങളും അമ്മമാരുടെ ആഗ്രഹങ്ങളും എല്ലാം മനസ്സറിഞ്ഞ് കണ്ണു നിറഞ്ഞ് കൈകൂപ്പി ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഗണപതി ഭഗവാനും സുബ്രഹ്മണ്യ സ്വാമിക്കും ഓരോ നെയ് വിളക്ക് സമർപ്പിക്കാവുന്നതാണ്. നമ്മൾ സാധാരണ നിലവിളക്ക് കൊളുത്തുന്ന വിളക്കും കൊളുത്താം, കൂടെ ഈ നെയ് വിളക്ക് കൂടി സമർപ്പിക്കുക കേട്ടോ. ഇനി കറുകപ്പുല്ലോ ചുവന്ന തെച്ചിപ്പൂവോ ഉണ്ടെങ്കിൽ ഗണപതി ഭഗവാന് സമർപ്പിക്കാം. വിഘ്നങ്ങളെല്ലാം മാറുന്നതിന് വേണ്ടിയിട്ട് ഓം ഗം ഗണപതയേ നമ എന്ന മന്ത്രം 108 തവണ ചൊല്ലുക കേട്ടോ. കുറഞ്ഞത് 9 തവണയെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക. ഈ ദിവസം പൂജാമുറിയിൽ നല്ലെണ്ണയോ അല്ലെങ്കിൽ പശുവിൻ നെയ്യോ ഒഴിച്ച് 5 തിരിയിട്ട് നിലവിളക്ക് കൊളുത്തുന്നത് ദോഷങ്ങളെല്ലാം അകറ്റാൻ ഏറ്റവും നല്ലതാണ്. അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക കേട്ടോ. ഭഗവാൻ മുരുകൻ ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പം ചെമ്പകപ്പൂവ് അല്ലെങ്കിൽ ചുവന്ന തെച്ചി, ചെത്തിപ്പൂവില്ലേ, അരളിപ്പൂവ്, രാജമല്ലി എന്നിവയൊക്കെയാണ്. ഈ പൂക്കൾ കൊണ്ട് ഭഗവാനെ നമ്മൾക്ക് പറ്റും പോലെയൊക്കെ അലങ്കരിക്കുക. നമുക്ക് ഈ ഒരു സമയം ഭഗവാൻ എന്തെങ്കിലും ലളിതമായ നിവേദ്യങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. വലിയ പൊങ്കാലയോ പലഹാരങ്ങളോ ഉണ്ടാക്കാൻ നിൽക്കേണ്ടതില്ല അമ്മമാര്. നമ്മുടെ വീട്ടിലുള്ള വെറ്റില, കൽക്കണ്ടം, ഉണക്കമുന്തിരി, ഒരു കഷ്ണം ശർക്കര അല്ലെങ്കിൽ ചെറിയ പഴം, ഇവയിൽ ഏതെങ്കിലും ഒന്ന് ശുദ്ധിയോടെ ഭഗവാന് മുന്നിൽ നിവേദിക്കുക കേട്ടോ. ഒരു ഗ്ലാസ് പാലും വെക്കാവുന്നതാണ്. ഈ ഒരു സമയം നമ്മൾ ഓർക്കേണ്ടത്, മുരുക ഭഗവാൻ എന്ത് നിവേദ്യമായിട്ട് സമർപ്പിച്ചാലും അതിന് തൊട്ടു മുൻപ് വിഘ്നേശ്വരനായ ഗണപതി ഭഗവാൻ സമർപ്പിച്ചിട്ട് വേണം സുബ്രഹ്മണ്യ സ്വാമിക്ക് സമർപ്പിക്കാൻ. ഇത് മാത്രം നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. നിങ്ങൾക്ക് ചൊല്ലേണ്ട ലളിതമായ നാമങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതായത് വിളക്കിന് മുന്നിലിരുന്ന് അമ്മമാർക്കും മക്കൾക്കും ഒരേപോലെ ചൊല്ലാൻ പറ്റുന്ന ഏറ്റവും ലളിതമായ മന്ത്രങ്ങളൊക്കെ നമ്മൾക്ക് ജപിക്കാവുന്നതാണ്. ഓം ശരവണഭവ എന്ന മന്ത്രം 108 തവണ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഓം മുരുക അല്ലെങ്കിൽ വേൽ മുരുക എന്ന മന്ത്രവും ചൊല്ലാം. സമയം കിട്ടുന്നവർക്ക് സ്കന്ദഷഷ്ടി കവചം പാരായണം ചെയ്യുകയോ നമ്മൾക്ക് മൊബൈലിൽ ഒന്ന് പ്ലേ ചെയ്ത് വെച്ച് കേൾക്കുകയോ ചെയ്യുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. രാവിലെ പൂജ കഴിഞ്ഞാൽ നമ്മൾക്ക് തൊട്ടടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. ക്ഷേത്രത്തിൽ പോകുമ്പോൾ വെറും കൈയോടെ ഒരിക്കലും പോകരുത് കേട്ടോ. ക്ഷേത്രത്തിൽ ഒരു പിടി ചുവന്ന തെച്ചിപ്പൂവോ ഒരു നല്ല നാളികേരമോ അല്ലെങ്കിൽ കുറച്ച് കൽക്കണ്ടമോ ഭഗവാൻ സമർപ്പിക്കാനായിട്ട് നമ്മൾക്ക് കൊണ്ടുപോകാവുന്നതാണ്. ഈ ദിവസം നിങ്ങളുടെ മക്കളുടെ പേരും നക്ഷത്രവും പറഞ്ഞ് ഷൺമുഖാർച്ചന അല്ലെങ്കിൽ ഭസ്മ അഭിഷേകം കഴിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. മുരുക ഭഗവാന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് അഭിഷേകം എന്ന് പറയുന്നത്. മക്കൾക്കായി ചെയ്യേണ്ട ചില അഭിഷേകങ്ങളെ കുറിച്ചിട്ട് ഞാൻ സൂചിപ്പിക്കാം. മക്കളുടെ പാപങ്ങളും ദോഷങ്ങളും ദുരിതങ്ങളും എല്ലാം തീരാൻ വേണ്ടിയിട്ട് ഭസ്മ അഭിഷേകം അമ്മമാർക്ക് ചെയ്യാവുന്നതാണ്. ഇനി മംഗല്യ ഭാഗ്യത്തിനും സന്താന ഭാഗ്യത്തിനുമായിട്ട് പ്രാർത്ഥിക്കുന്നവർ തൈരഭിഷേകമാണ് നടത്തേണ്ടത് കേട്ടോ. ഇനി ജോലിയിലും പഠനത്തിലും ഒക്കെ മക്കളുടെ ഉയർച്ചയ്ക്കായിട്ട് മക്കമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്ന അമ്മമാര് പനിനീരഭിഷേകം അല്ലെങ്കിൽ പാലഭിഷേകം സുബ്രഹ്മണ്യ സ്വാമിക്ക് ചെയ്താൽ ഏറ്റവും നല്ലതാണ്. കുട്ടികൾക്കും നമ്മുടെ വീട്ടിൽ ബാധിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകളും എല്ലാം മാറാനായിട്ട് പഞ്ചാമൃത അഭിഷേകം നടത്തുന്നതും ഏറ്റവും ഐശ്വര്യമാണ്. ചുവന്ന അരളിയോ തെച്ചിയോ കൊണ്ടുള്ള മാല ഭഗവാന് ചാർത്തുന്നത് മക്കളുടെ ദീർഘായുസിന് ഉത്തമമാണ്. ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ വലം വെക്കുമ്പോൾ മനസ്സിൽ മക്കളുടെ മുഖം മാത്രം വിചാരിക്കുക കേട്ടോ. എന്റെ കുഞ്ഞിനെ കാത്തോളണേ വേൽമുരുക ശ്രീ സുബ്രഹ്മണ്യ സ്വാമി എന്ന് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുക കേട്ടോ. ഇനി ഈ വഴിപാടുകളൊക്കെ കഴിക്കാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങളൊക്കെ ഉള്ളവർ നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ഭഗവാന്റെ നടയിൽ വന്ന് കൈകൂപ്പി നെഞ്ചുരുകി കണ്ണു നിറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാലും ക്ഷിപ്രപ്രസാദിയായ സുബ്രഹ്മണ്യ സ്വാമി അമ്മമാരുടെ പ്രാർത്ഥനകളെല്ലാം കേൾക്കുന്നതാണ്. ഇനി തൊട്ടടുത്ത സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഇല്ലാച്ചാല് മുരുക പ്രതിഷ്ഠയുള്ള ശിവക്ഷേത്രത്തിലും നിങ്ങൾക്ക് ദർശനം നടത്താവുന്നതാണ്. ക്ഷേത്രത്തിൽ നിന്ന് വന്നതിന് ശേഷം പകൽ സമയം പൂർണ്ണമായിട്ട് ഉപവസിക്കാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക. പ്രായമായ അമ്മമാർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്കും ഒരു നേരം നമുക്ക് ക്ഷേത്രത്തിലെ നിവേദ്യ ചോറോ ഫലങ്ങളോ പാലോ കഴിച്ച് വ്രതം നോൽക്കാവുന്നതാണ്. പകല് സമയം ഒട്ടും ഉറങ്ങാൻ പാടില്ല കേട്ടോ. ദേഷ്യമോ പരദൂഷണമോ ഒന്നും പാടില്ല. മനസ്സെപ്പോഴും ശാന്തമായിരിക്കണം. ഈ ദിവസം പകല് മുഴുവൻ ചൊല്ലേണ്ട ലളിതമായ ചില മന്ത്രങ്ങൾ നമുക്ക് നോക്കാം. ഓം ശരവണഭവ, ഇത് മുരുകന്റെ 6 അക്ഷര മന്ത്രമാണ്. ഇത് എത്ര തവണ ജപിക്കാമോ അത്രയും തവണ നിങ്ങൾ ജപിച്ചുകൊണ്ടേയിരിക്കുക കേട്ടോ.
അതുപോലെ സുബ്രഹ്മണ്യ ഭുജംഗം, സ്കന്ദഷഷ്ടി കവചം എന്നിവ കേൾക്കുന്നതും ചൊല്ലുന്നതുമൊക്കെ ഏറ്റവും ഐശ്വര്യമാണ് അന്നേ ദിവസം. ഈ ദിവസം പാവപ്പെട്ടവർക്ക് മോരോ വെള്ളമോ അന്നദാനം നൽകുന്നത് ഏറ്റവും പുണ്യമാണ് എന്നാണ് പറയുന്നത്. ഇനി സന്ധ്യാസമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? സന്ധ്യാസമയത്ത് നമുക്ക് നേരത്തെ നിലവിളക്ക് കൊളുത്താം. ഈ ഒരു സമയം ഒരു കപ്പ് പാലും പഴവും ഭഗവാന് മുന്നിൽ നിവേദ്യമായിട്ട് വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഈ വൈകുന്നേര സമയം സുബ്രഹ്മണ്യ സ്വാമിക്ക് മുൻപിൽ രാവിലെ നമ്മൾ വെച്ച പോലെ തന്നെ ഒരു നെയ്വിളക്ക് കൊളുത്തി വെക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. ഈ സമയം വിഘ്നേശ്വരനും നെയ്വിളക്ക് കൊളുത്തി വെക്കാൻ ശ്രദ്ധിക്കുക. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ശക്തമാകാനും മക്കൾക്ക് സൽബുദ്ധി ഉണ്ടാവാനും ഇതേറെ സഹായിക്കുന്ന ഒന്നാണ്. നിലവിളക്കിന് മുന്നിലിരുന്ന് 108 തവണ ഓം ശരവണഭവ ജപിച്ച ശേഷം കയ്യിൽ കുറച്ച് ഭസ്മം എടുക്കുക, അതായത് വിഭൂതി കുറച്ച് എടുക്കുക. നിങ്ങളുടെ മകന് അല്ലെങ്കിൽ മകൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ നെറ്റിയിൽ ഈ ഭസ്മം തൊടിയിക്കുക കേട്ടോ. അവർ ദൂരെ ആണെങ്കിൽ, ഇനി ദൂരെ പഠിക്കാൻ പോയിരിക്കുകയാണല്ലേ, ജോലിയൊക്കെ ആയിട്ട് ദൂരസ്ഥലങ്ങളിലാണെങ്കിൽ ഭഗവാന്റെ പാദത്തിൽ ആ ഭസ്മം സമർപ്പിച്ചുകൊണ്ട് അവർക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. സാക്ഷാൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി, ദേവസൈന്യാധിപനായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി മക്കളെ ഉറപ്പായിട്ടും ഒരു കവചമായി മക്കളുടെ കൂടെ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ അമ്മമാർക്ക് യാതൊരു സംശയവും വേണ്ട. ഈ ഒരു സമയത്ത് നമുക്ക് ഭഗവാന്റെ അവതാര കഥ മക്കളോട് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. നമ്മുടെ മഹാദേവിന്റെയും ശ്രീ പാർവതി ദേവിയുടെയും വാത്സല്യപുത്രനായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി എങ്ങനെയാണ് അവതരിച്ചത് എന്ന് അമ്മമാർക്ക് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം. പണ്ടൊരിക്കൽ ശൂരപത്മൻ ഉൾപ്പെടെയുള്ള അസുരന്മാർ ലോകത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയപ്പോൾ അവരിൽ നിന്ന് പ്രപഞ്ചത്തെ രക്ഷിക്കാൻ അതിശക്തനായ ഒരു അവതാരം ആവശ്യമായി വന്നു. അങ്ങനെ നമ്മുടെ ഇടവമാസത്തിലെ വിശാഖം നക്ഷത്രവും പൗർണമിയും ഒത്തുവന്ന ഒരു സുദിനത്തില് മഹാദേവന്റെ തൃക്കണ്ണിലെ അഗ്നിജ്വാലയിൽ നിന്നാണ് ഭഗവാൻ മുരുകൻ പ്രത്യക്ഷപ്പെടുന്നത്. ശരവണപ്പൊയ്കയിൽ കളിച്ച് രസിച്ച 6 കുട്ടികളെ 6 കൃത്തിക മാലാഖമാരാണ് എടുത്തു വളർത്തിയത്. പിന്നീട് ലോകാംബികയായ പാർവതീദേവി ഈ 6 കുട്ടികളെയും ചേർത്ത് പിടിച്ച് 6 മുഖങ്ങളും 12 കൈകളുമുള്ള ഒരൊറ്റ രൂപമാക്കി മാറ്റി. 6 മുഖമുള്ളതുകൊണ്ട് ഭഗവാന് അറുമുഖൻ എന്നും വിശാഖം നാളിൽ അവതരിച്ചതിനാൽ വിശാഖൻ എന്നും പേരുണ്ടായി. മുകുന്ദൻ, രുദ്രൻ, കമലോത്ഭവൻ, അതായത് വിഷ്ണുവും ശിവനും ബ്രഹ്മാവും ചേർന്ന ത്രിമൂർത്തി ചൈതന്യത്തിന്റെ ഏകരൂപമാണ് സാക്ഷാൽ നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി. അതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യ സ്വാമിയെ തൊഴുതാൽ സകല ദൈവങ്ങളെയും തൊഴുത ഫലമാണ് നമ്മൾക്ക് ലഭിക്കുന്നതെന്നും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾ ഈ വ്രതമെടുത്താൽ അടുത്ത വിശാഖത്തിന് മുൻപ് ഭഗവാൻ സൽസന്താന ഭാഗ്യം നൽകി അനുഗ്രഹിക്കും എന്നതും അച്ചട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. രാത്രിയിൽ നിങ്ങൾ ചോറ് ഒഴിവാക്കി ഗോതമ്പ് ഉപ്പുമാവോ പഴവർഗ്ഗങ്ങളോ എന്തെങ്കിലും കഴിക്കാവുന്നതാണ്. ഇനി അടുത്ത ദിവസം, അതായത് മെയ് 31 ഞായറാഴ്ച അതിരാവിലെ നമ്മൾക്ക് സാധാരണ പോലെ കുളിച്ച് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മക്കൾക്ക് വേണ്ടി നിങ്ങൾ സമ്പാദിച്ചു വെക്കുന്ന സ്വത്തുക്കളെക്കാൾ വലുതാണ് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ. മനസ്സ് നിറഞ്ഞ് കണ്ണ് നിറഞ്ഞ് മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയോളം വലുതല്ല ഒരു സ്വത്തുക്കളും. അമ്മയുടെ പ്രാർത്ഥനയോളം വലിയൊരു കവചം ഈ ഭൂമിയിൽ മറ്റൊരു മകനും മകൾക്കും കിട്ടാനില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഈ 2026 മെയ് 30 വൈകാശി വിശാഖ വ്രതം ഒരമ്മയും വിട്ടുകളയാൻ പാടില്ല കേട്ടോ. പൂർണ്ണ ഭക്തിയോടെ വിശ്വാസത്തോടെ വേൽമുരുകനെ ഒന്ന് വിളിച്ചു നോക്കൂ. ആ കയ്യിലെ വേൽ നിങ്ങളുടെ മക്കളുടെ എല്ലാ തടസ്സങ്ങളെയും തച്ചുടച്ചു മാറ്റുന്നതാണ്. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ട മറ്റമ്മമാർക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും ഈ പുണ്യം അറിയട്ടെ. ഭഗവാൻ മുരുകന്റെ അനുഗ്രഹം എല്ലാവരുടെ മേലും ഉണ്ടാവട്ടെ. ഓം ശരവണ ഭവ. നന്ദി, നമസ്കാരം.